നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ ഈ വിദ്യാലയത്തിൽ നിന്ന് ഈ മെയ് മാസത്തോടു കൂടി നമ്മൾ ഔദ്യോഗിക സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ മുമ്പിൽ പാനൂരിന്റെ ജനതയുടെ മുമ്പിൽ ടീച്ചറെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 36 വർഷക്കാലം തൻ്റെ പിതാവ് ഈ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ആ പോസ്റ്റിലേക്കാണ് ടീച്ചർ കടന്നു വരുന്നത്. അതിനുശേഷം കഴിഞ്ഞ 36 വർഷക്കാലം സ്കൂളിൽ സേവനമനുഷ്ഠിക്കുകയും ടീച്ചറുടെ സേവനത്തെ ഈ നാട്ടുകാർക്ക് മുമ്പിൽ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്ന നിലയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെയർപേഴ്സൺ എന്ന നിലയിൽ വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ഈ നമ്മുടെ പാനൂർ മുനിസിപ്പാലിറ്റിയെ കേരളത്തിലെ 80ഓളം മുനിസിപ്പാലിറ്റികളിൽ ഏറ്റവും 2ാം സ്ഥാനത്തെത്തിക്കാൻ ഈ ടീച്ചർക്ക് സാധിച്ചു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. അതുപോലെ തന്നെ ടീച്ചർ സേവന രംഗത്ത് എപ്പോഴും എല്ലാ സമയത്തും ടീച്ചർ ഇവിടെ സ്കൂളിൽ ഇരിക്കുമ്പോൾ സ്കൂളിൽ ടീച്ചർക്ക് ഓഫീസ് റൂമിൽ ഇരിക്കാനുള്ള സമയം ഉണ്ടായില്ല. ഓരോ ആളുകൾ വന്നുകൊണ്ട് ഓരോ സേവന പ്രവർത്തനങ്ങൾ എല്ലാ സമയത്തും ടീച്ചറെ 24 മണിക്കൂർ സേവനത്തിന് വേണ്ടി മുഴുകിയ ബഹുമാനപ്പെട്ട ടീച്ചറെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും നിങ്ങളുടെ ടീച്ചറുടെ പ്രവർത്തനവും ഈ പൗരാവലിയുടെ മുമ്പിൽ തുറന്നു കാട്ടേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ ടീച്ചർ ഈ വിദ്യാലയത്തിൽ നിന്ന് ഈ വർഷത്തോടെ വിരമിക്കുകയാണ്. ടീച്ചറുടെ സേവനം നമ്മൾ വളരെ നന്ദിയോടെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. തിരുവാലി UP സ്കൂള് 156ന്റെ നിറവിലാണ്. ഈ വിദ്യാലയത്തിന്റെ വാർഷിക ആഘോഷം ഒരു മഹോത്സവമായി ഈ മുറ്റത്തെ ഇരിപ്പിടങ്ങളിൽ ഏറ്റവും സുന്ദര നിമിഷങ്ങളാക്കി മാറ്റുമ്പോൾ ആ വേദിയിൽ ഒരു യാത്രയപ്പ് കൂടി നടക്കുകയാണ്. വ്യത്യസ്ത രീതിയിലുള്ള യാത്രയപ്പുകളൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. 36 വർഷം ഒരു വിദ്യാലയത്തെ ചേർത്ത് പിടിച്ച് വിദ്യാലയത്തിന്റെ മണൽത്തറികളോടൊപ്പം അത്രമാത്രം അഭേദ്യമായ ബന്ധമുണ്ടാക്കിയെടുത്തുകൊണ്ട് പഠിപ്പിച്ച വിദ്യാർത്ഥികളിലും അവരുടെ കൈപിടിച്ച് ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന രക്ഷിതാക്കളോടും ഹൃദയബന്ധം കാത്തു സൂക്ഷിച്ച് നേടിയ അറിവുകൾ പകർന്നു കൊടുത്ത് സന്തോഷിച്ച് 156ന്റെ നിറവിലൊരു വിദ്യാലയം അതിന്റെ വാർഷികാഘോഷം നടത്തുമ്പോൾ സേവനത്തിന്റെ പാതയിൽ 36ന്റെ നിറവിൽ KV റംല ടീച്ചറും ഈ വേദിയിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് തലമുറകളെ ഈ നാടിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നതിൽ ഇന്നിവിടെ ഔദ്യോഗിക സർവീസിൽ നിന്നും യാത്ര വാങ്ങിപ്പോകുന്ന റംല ടീച്ചർക്ക് സന്തോഷിക്കാം, ആശ്വസിക്കാം. കാരണം പിന്നിട്ട വഴികളിൽ ചേർത്ത് പേര് വിളിച്ച് പറയാൻ സാധിക്കുന്ന രീതിയിൽ കുട്ടികളോടൊപ്പം ആ കുട്ടികളുടെ രക്ഷിതാക്കന്മാരെയും മനസ്സിന്റെ അകത്തേക്ക് കാണുന്ന രീതിയിൽ ഈ നാടിന്റെ മുഖ്യ സാമൂഹ്യ മേഖലകളൊക്കെ നിറഞ്ഞ സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് KV റംല ടീച്ചർ. പാലിയേറ്റീവ് സംവിധാനത്തിലും സാന്ത്വന പരിചരണത്തിലും സ്നേഹ സംവിധാനത്തിലുമൊക്കെ ചേർന്ന് നിൽക്കാനും ചേർത്ത് പിടിക്കാനും സ്വാന്തനിപ്പിക്കാനുമുള്ള സാമൂഹിക പ്രതിബദ്ധത കാത്തു സൂക്ഷിക്കുന്ന ഒരാളെന്ന നിലക്ക് ഈ യാത്രയപ്പിനപ്പുറത്ത് വിശ്രമമില്ലാത്തൊരു ജീവിതം സമൂഹത്തിന്റെ മുഖ്യധാരകളിൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് കഴിവുണ്ട്. ആ കഴിവ് ഉപയോഗിക്കാൻ സാധിക്കും എന്ന വിശ്വാസമൊക്കെ നമുക്കുണ്ട്. ഇപ്പം ചിലപ്പോൾ ഇവിടെ എത്താൻ പറ്റാതെ പോകുമെന്നൊക്കെയുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു, സമയത്ത് എത്താൻ പറ്റാതെ ഇരിക്കുമോ എന്നുള്ളതൊക്കെ. പക്ഷേ റംല ടീച്ചറുടെ ഞാൻ യാത്രയപ്പൊന്നോ വിശ്രമ ജീവിതമൊന്നും അറിയില്ല, കുറച്ചും കൂടെ സജീവമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ഡിക്ലറേഷൻ കൂടി ആയതുകൊണ്ട് ഇവിടെ ഒന്ന് വരണം എന്ന് ആഗ്രഹിച്ചിരുന്നു. എന്താണെങ്കിലും ഇന്നത്തെ ദിവസം ഇവിടെ വന്നു ചേർന്നിട്ട് ഇത് 156ാമത് വർഷം ഒരു സ്കൂൾ പിന്നിടുക എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ ഒരു സേവനമായിരിക്കും ഈ നാടിന് ആ സ്കൂൾ നൽകിയിട്ടുണ്ടാവുക നിങ്ങൾ ആലോചിക്കുക. 156 വർഷം ഒരു സ്കൂൾ ഒരു നാട്ടിൽ പിന്നിടുക എന്ന് പറഞ്ഞാൽ
1.5 നൂറ്റാണ്ട് ഒരു സ്ഥാപനം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിൽ നിലനിൽക്കുക, വളർന്ന് മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് അളക്കാൻ പറ്റൂ. 36 വർഷം ടീച്ചറെ പാനൂർ നഗരസഭയുടെ ആദ്യത്തെ ചെയർപേഴ്സൺ 36 വർഷം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിപ്പിച്ച് ഇപ്പം HM ആയി. ഇപ്പം ടീച്ചർക്ക് നമ്മൾ യാത്രയപ്പ് കൊടുക്കുക. ഇപ്പം യാത്രയപ്പ് എന്ന് പറഞ്ഞാൽ പലരും ആശംസിക്കാറുള്ളത് ഇനി ടീച്ചർക്ക് വിശ്രമ ജീവിതം, അല്ലെങ്കിൽ ടീച്ചർക്ക് ഇനി, അല്ലെങ്കിൽ ആ അധ്യാപകന് അങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ട്. ടീച്ചറ് ഒരു കാര്യം പറയാം, മുൻ നഗരസഭാ ചെയർപേഴ്സൺ ആണെന്ന് നമുക്ക് പറയാം. പാനൂർ നഗരസഭയുടെ മുൻ നഗരസഭാ ചെയർപേഴ്സൺ ആണ്. ഇപ്പം നമ്മൾ MP അല്ലാതിരുന്ന മുൻ MP ആയി മാറും. ഒരു MLA അങ്ങനെ അല്ലാതിരുന്ന മുൻ MLA ആയി മാറും റഫീഖ. പക്ഷേ ഒരു ടീച്ചർ ഒരിക്കലും മുൻ ടീച്ചർ ആവില്ല, എപ്പോഴും ടീച്ചറേ ആവുള്ളൂ എന്നുള്ളതാണ്. ഒരു മാഷ് എപ്പോഴും മാഷേ ആവുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും ഒരു ടീച്ചർ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ മുൻ ടീച്ചറാണാ പോണെന്ന് പറയാറുണ്ടോ? എന്നെ പഠിപ്പിച്ച എൻ്റെ ടീച്ചറാണാ പോകുന്നതെന്നാ പറയാറ്. എന്നെ പഠിപ്പിച്ച എൻ്റെ മാഷാണ് പോകുന്നതെന്നാ പറയാറ്. ഒരിക്കലും എൻ്റെ മുൻ ടീച്ചറാണ് പോകുന്നത്, എൻ്റെ മുൻ മാഷാണ് പോകുന്നതല്ല. അപ്പം ജീവിതകാലത്തേക്ക് മുഴുവൻ ടീച്ചറാണ്, ജീവിതകാലത്തേക്ക് മുഴുവൻ മാഷാണ്. തൻ്റെ ചുറ്റുപാടിലുള്ള പഠിപ്പിച്ചവർക്ക് മാത്രമല്ല, ചുറ്റുപാടിന് തന്നെ മാഷും ടീച്ചറും ഒക്കെയാണ്. അപ്പം അത് ഒരു പ്രൊഫഷണലുകളിൽ ഏറ്റവും ധന്യമായ, ഇത്രയും തലമുറകളെ ഈ ലോകത്തേക്ക് കൈപ്പിടിച്ച് നടത്താൻ കഴിയുന്ന ഒരവസരം എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. അടുത്തതായി ക്ഷണിക്കുന്നു ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഫാത്തിമ നസീറിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട KV റംല ടീച്ചറെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കുട്ടികളുടെ എണ്ണം മാറി, സ്കൂളിൻ്റെ ബഹുമുഖ തലങ്ങളെല്ലാം മാറി. അതിന് ഈ മഹല്ല് കമ്മിറ്റിയെയും അതുപോലെ സ്കൂളിൻ്റെ ഭാരവാഹികളെയൊക്കെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതിനൊക്കെ നേതൃത്വം കൊടുത്ത ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക എന്ന നിലയിൽ റംല ടീച്ചർ എക്കാലവും സ്മരിക്കപ്പെടും. റംല ടീച്ചർക്ക് ഭാവിയിൽ അത് അവരുടെ പൊതുമേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്കും അതുപോലെ അവരുടെ ആയുരാരോഗ്യത്തിനുമൊക്കെ ഞാൻ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഒരു 35 വർഷത്തിൻ്റെ മുമ്പേ കണ്ടതാണ് ഞാൻ ടീച്ചറെ പറ്റി പറയുമ്പോൾ മർഹൂം
KV സൂപ്പി മാസ്റ്റർ അവർകളെ ഓർമ്മിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം അതിലപ്പുറം ഹസ്ബൻഡ് ബഹുമാനപ്പെട്ട മുസ്തഫ സാഹിബ് 1987 കാലഘട്ടത്തിൽ അന്ന് കണ്ണൂർ RTO ഓഫീസിൽ ജോലി ചെയ്യുന്ന റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അന്ന് മുതലാണ് എനിക്ക് മുസ്തഫ സാറെ പരിചയം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് ടീച്ചർ പറയുകയും ചെയ്തു ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല എന്ന്. പക്ഷേ ഇവിടുത്തെ ഞാൻ പറഞ്ഞു കേട്ടപ്പോൾ മാഷ അതേ സ്വഭാവം തന്നെയാണ് ടീച്ചറും പിടിച്ചു പറ്റിയിട്ടുള്ളത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ചില ക്ലാസ്സുകളിൽ പറയുന്നത് കേട്ടു, കുട്ടികൾ കരയുമ്പോൾ നേരെ ഓഫീസ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്താണ് മോളെ നിന്റെ പ്രശ്നം, എന്താണ് മോനെ നിന്റെ പ്രശ്നം പറയൂ എന്ന് പറഞ്ഞ് ആ പ്രശ്നം പരിഹരിക്കുന്ന എത്ര ലളിതമായ മനസ്സ്. അതാ ഞാൻ പറയാൻ കാരണം സൂപ്പിക്കാൻ്റെ അതേ മനസ്സ് ഒപ്പിയെടുത്ത രൂപത്തിലുള്ള മകളായിരിക്കുകയാണെന്ന് പറയാനുള്ള കാരണം. നമ്മുടെ ഇവിടുന്ന് സർവീസിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന റംല ടീച്ചർ എൻ്റെ ഒരു ബന്ധുവും കൂടിയാണ്. റംല ടീച്ചറെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ നമുക്കറിയാം, വെറും ഒരു സ്കൂൾ അധ്യാപിക മാത്രമല്ല, പൊതുരംഗത്തൊക്കെ പ്രവർത്തിച്ച് നമ്മുടെ പാനൂർ മുനിസിപ്പാലിറ്റിയുടെ പ്രഥമ ചെയർപേഴ്സൺ എന്ന നിലയിലും അതുപോലെ തന്നെ മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങളും ഒരുപാട് മറ്റ് പൊതു കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന റംല ടീച്ചർ. റംല ടീച്ചറിൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം അത് തന്നെയാണ്. നമുക്കറിയാം, അന്ന് നമ്മുടെ ഈ പ്രദേശത്തെ പരിഷ്കർത്താക്കളെ TK മതിയുടെ പരമ്പരയുള്ള ടീച്ചറാണ് റംല ടീച്ചർ. എൻ്റെ കുടുംബവും കൂടിയാണ്. ഏതായാലും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ടും ഇവിടുന്ന് ഇന്ന് വിരമിച്ചു പോകുന്ന റംല ടീച്ചർക്ക് ഭാവി ശോഭനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും റംല ടീച്ചറെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു ടീച്ചിങ് മേഖലയിൽ മാത്രമല്ല, പാനൂരിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിന് ഹെഡ് ടീച്ചേഴ്സ് ആയി വന്നതോടുകൂടി തന്നെ എല്ലാ മേഖലകളിലും സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിലും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ കുട്ടികൾക്ക് നല്ല രീതിയിൽ നൽകുവാനും അക്കാദമിക് മേഖലയിലും അതേപോലെ തന്നെ കായിക മേഖലയിലും ഒക്കെ ഈ സ്കൂളിനെ ഉത്തരോത്തരം ഉയർത്താൻ ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. ചെറിയ കാലം കൊണ്ട് തന്നെ നമ്മുടെ കൺമുമ്പിൽ നിന്നുകൊണ്ട് തന്നെ ആ പഴയ കെട്ടിടത്തിൽ നിന്ന് പുതിയ കെട്ടിടത്തിലേക്ക് വരികയും പിന്നീട് അങ്ങോട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ എലാങ്കോട് മേഖലയിൽ നിന്ന് തൊട്ടടുത്തൊക്കെ ഈ സ്കൂളിലേക്ക് വന്നുകൊണ്ട് ഇപ്പോൾ അഡ്മിഷൻ കിട്ടാത്ത രീതിയിലേക്ക് ഈ സ്കൂളിനെ വളർത്തിയെടുക്കാൻ ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് ആർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ്. യാത്രയപ്പ് അത്തരത്തിലുള്ള വിശ്രമ ജീവിതത്തിലേക്കുള്ള യാത്രയല്ല, സക്രിയമായ പൊതു സാമൂഹിക രംഗത്തേക്കുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു വരവേൽപ്പായി ഈ യാത്രയപ്പിനെ ഞാൻ കാണുകയാണ്. കാരണം ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ മുനിസിപ്പാലിറ്റി, പാനൂർ മുനിസിപ്പാലിറ്റി ആദ്യമായി മുനിസിപ്പാലിറ്റി ആയപ്പോൾ തന്നെ വനിതാ ചെയർപേഴ്സൺ ആയിരുന്നു. ആരെയാണ് ഇതാക്കുക എന്നനുസരിച്ച് പാർട്ടി വല്ലാതെ നിലയിൽ ആശങ്കപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് ഒട്ടും ആശങ്കയുണ്ടായിരുന്നില്ല. ടീച്ചറെ കയ്യിൽ അത് ഏൽപ്പിച്ചാൽ അത് ഭംഗിയായി മുന്നോട്ട് പോകുമെന്ന ഞങ്ങളുടെ ഒരു തീരുമാനമായിരുന്നു ടീച്ചറെ ചെയർപേഴ്സൺ ആക്കിയത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പരാധീനതകൾ ഒട്ടേറെ ഉണ്ടായിരുന്ന മുനിസിപ്പാലിറ്റിയെ നല്ലൊരു നിലവാരത്തിലെത്തിക്കാൻ ടീച്ചറുടെ പ്രയത്നം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ ഈ സ്കൂളിന്റെ 4 ക്ലാസ് റൂമുകൾക്കകത്ത് ഒതുങ്ങിക്കഴിയാതെ സമൂഹത്തിലെ എല്ലാ മേഖലയിലും ഇടപെടാനുള്ള ഒരു ത്വര ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ജന്മനാ സിദ്ധിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴും ധൈര്യപൂർവ്വം പറയുന്നു, അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ആർജിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ള, ഞങ്ങളെല്ലാം മനസ്സിൽ നിന്നും കുടിൽ കെട്ടി താമസിപ്പിച്ചിട്ടുള്ള അഭിവന്ദനായ ഞങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും മറഞ്ഞു പോകാത്ത പ്രിയപ്പെട്ട KV സൂപ്പി മാസ്റ്റർ നിസ്വാർത്ഥതയുടെ നിറകുടമായ
സത്യസന്ധതയുടെ പര്യായമായ ആദർശനിഷ്ഠതയുടെ പ്രതിരൂപമായ സൂപ്പി മാസ്റ്ററുടെ പ്രിയപ്പെട്ട പുത്രി എന്ന നിലയിൽ ആ വഴിയേയുള്ള സഞ്ചാരത്തിൽ തീർച്ചയായും കനിവിൻ്റെയും ആർദ്രതയുടെയും സാമൂഹ്യമായ പരിവർത്തനത്തിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യത്തിലും എൻ്റെതായ പങ്കുണ്ടാവണമെന്ന മത്സര ബുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തനത്തിലും ടീച്ചർ ഇന്നലെ വരെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഈ സ്കൂളിന്റെ പേരിക്കെട്ട് കഴിയുന്നതോടുകൂടി ആ രംഗത്ത് സജീവമായി നിൽക്കാനും സാമൂഹ്യമായ പ്രവർത്തന രംഗത്ത് നേതൃത്വം കൊടുക്കാനും ടീച്ചർക്ക് സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുക കൂടി ചെയ്യുകയാണ്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ പി കെ ഷാഹുൽ ഹമീദ് നഗരസഭയുടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കേണ്ടായി. എൻ്റെ മുന്നിൽ നഗരസഭയിൽ ആ കാലയളവിൽ നഗരസഭ അംഗങ്ങളായിട്ടുള്ള ചന്ദ്രാട്ടനും കാർത്തികയും നിഷിതയും നിസ്സാറുമെല്ലാം ഉണ്ട്. വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായമുള്ള ആളുകൾ എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിനെയെല്ലാം ഏറ്റവും നന്നായി കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതാണ് ഒരു ഭരണാധികാരി എന്ന നിലയിൽ ടീച്ചറുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അവർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സേവനം, ഒരുപക്ഷെ എക്കാലവും എല്ലാ വേദിയിലും പറയുന്ന കാര്യം, സാധാരണ പരിമിതികൾ സ്ത്രീകൾക്കുണ്ടാവാറുണ്ട്. പരിമിതികൾ ഉണ്ടാവാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണാധികാരികൾക്ക് പരിമിതികൾ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. പക്ഷേ നമുക്കെല്ലാം അറിയാം, നമ്മുടെ ചുറ്റുപാട് ധാരാളം പരിമിതികൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അതിനെ മറികടക്കാൻ കഴിഞ്ഞു എന്നതാണ് ടീച്ചറുടെ വലിയ പ്രത്യേകത. സന്ദർഭോചിതമായി തീരുമാനമെടുക്കാനുള്ള കഴിവും നിശ്ചയദാർഢ്യത്തോടെ അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയുമാണ് റംല ടീച്ചറെ എക്കാലവും വ്യത്യസ്തമാക്കുന്നത്. കോവിഡ് വന്ന ഘട്ടത്തിൽ, പ്രളയം വന്ന ഘട്ടത്തിൽ, ഒരുപക്ഷെ കേരളം വിറങ്ങലിച്ചു പോയ സന്ദർഭത്തിൽ ഒരു നഗരസഭയുടെ ഭരണാധികാരി എന്ന നിലയിൽ ചങ്കുറപ്പോടുകൂടി ഏറ്റവും ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നത് പ്രത്യേകതയാണ്. ഞാനിത് ഇപ്പോൾ പറയുന്നതല്ല, എല്ലാ വേദികളിലും പറയാറുണ്ട്. ഇങ്ങനെ പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകളെങ്കിലും സങ്കുചിത വൃത്തത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് പറയും. എന്നാൽ ഞാൻ അതിന് വ്യത്യസ്തമായിട്ട് തന്നെയാണ് എപ്പോഴും സംസാരിക്കാറുള്ളത്. എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മുടെ നഗരസഭയിൽ ഇന്നുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഘട്ടത്തിൽ, ഒരുപക്ഷെ MCFും മറ്റ് മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ മറ്റ് സാങ്കേതികമായ മറ്റൊന്നും വികസിച്ച് വരാത്തൊരു ഘട്ടത്തിൽ നാഷണൽ പെർമിറ്റ് വണ്ടിയിൽ, വലിയ ലോറിയിൽ മാലിന്യങ്ങൾ കൂമ്പാരമായി കിടക്കുന്നത് എടുത്തുകൊണ്ടുപോകുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. ചില കൗൺസിലർമാർ മുൻകൈ എടുത്തുകൊണ്ട് അവർ തന്നെ തുക സമാഹരിച്ച്, റംല ടീച്ചർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അവ ശേഖരിച്ച് കൈമാറ്റം ചെയ്യുന്ന ഘട്ടമായിരുന്നു. വലിയ പ്രയാസമുള്ള നാളുകളായിരുന്നു. ആ ഘട്ടത്തിൽ രാത്രി 2 മണിവരെ ഈ നാഷണൽ പെർമിറ്റ് വണ്ടിയോടൊപ്പം സഞ്ചരിക്കുക എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിൽ ഏത് നഗരസഭയുടെ ചെയർപേഴ്സണാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്? നമ്മുടെ മേഖലയിൽ എവിടെയും അങ്ങനെ ഒരു ഭരണാധികാരി ഈ പ്രവർത്തനങ്ങൾക്കൊപ്പം നിന്നു എന്ന് പറയാൻ കഴിയില്ല. ഞാനതിൻ്റെ കൂടെ, എൻ്റെ കൂടെ ഒരുപക്ഷെ അന്ന് നഗരസഭാ കൗൺസിലർ അല്ലെങ്കിലും പ്രത്യേകം എടുത്ത് പറയുന്നു, എല്ലാ വേദിയിലും പറയാറുണ്ട്, ഹാഷിം അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ കൊല്ലം വിരമിക്കുന്നവരുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ പ്രായം അതിക്രമിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം കാണുമ്പോൾ ചെറുപ്പമായിട്ടാണ് തോന്നുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. റംല ടീച്ചർ പഠിച്ച ശ്രുതിയുണ്ട്, ധനികനുണ്ട്, എല്ലാം ചെറുപ്പമാണ്. കാരണം ഞാനും ഇക്കൊല്ലം വിരമിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ചെറുപ്പം റംല ടീച്ചറിലും കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. കാരണം റംല ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യാപിക മാത്രമല്ല, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ തങ്ങളുടേതായ പ്രവർത്തനങ്ങൾ അടിത്തറവാകാൻ റംല ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾക്ക് തണൽ എന്നൊരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. എത്രയോ ആളുകളെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ്. അതിൻ്റെ ഗ്ലോബൽ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ ഒരു ചെയർപേഴ്സണായിട്ടാണ് റംല ടീച്ചർ പ്രവർത്തിക്കുന്നത്. അതേപോലെ ഞാൻ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. റംല ടീച്ചർ നേതൃത്വം ഏറ്റെടുത്ത പരിപാടിയായിരുന്നു, MMSന്റെ പരിപാടിയായിരുന്നു. ഇക്ര കോളേജിൽ വെച്ചിട്ടായിരുന്നു പരിപാടി. അതിൽ കുറേയധികം പാവപ്പെട്ട പെൺകുട്ടികളുടെ സമൂഹ വിവാഹമായിരുന്നു. അവിടെയെല്ലാം നമ്മൾ കാണാൻ സാധിച്ചത് റംല ടീച്ചറുടെ നേതൃത്വ പാഠമായിരുന്നു. ആ നേതൃത്വ പാഠത്തിലൂടെ ദുഃഖിക്കുന്നവരുടെ, രോഗികളുടെ കൈത്താങ്ങായി അവരെ ചേർത്ത് പിടിക്കാൻ റംല ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനം റംല ടീച്ചർക്ക് ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പല സ്ഥലത്തും സ്ത്രീകൾ മുമ്പോട്ട് വരുമ്പോൾ അവരെ തടയിടുന്നത് ഒന്നുകിൽ കുടുംബങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഭർത്താക്കന്മാരായിരിക്കും. പക്ഷെ റംല ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് സ്വതന്ത്രമായി സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ പ്രവർത്തനത്തിന് പിന്തുണ കൊടുത്തിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അത് തന്നെ വലിയ നേട്ടമാണ്. പക്ഷെ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ ചിലപ്പോൾ ചരിത്രത്തിന്റെ ഭാഗമായി പോലും റംല ടീച്ചർ അറിയപ്പെടും. കാരണം പാനൂർ നഗരസഭയുടെ
ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ അത് റംല ടീച്ചറാണ്. ചരിത്രം നിലനിൽക്കുന്നുള്ളോളം നഗരസഭയുടെ ആ ചരിത്രത്തിന്റെ ഭാഗമായി റംല ടീച്ചർ അവിടെ ഉണ്ടാവും. റംല ടീച്ചറുടെ വരവ് രാഷ്ട്രീയത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളാണ് നമ്മളെങ്കിലും, പക്ഷെ റംല ടീച്ചറുടെ വരവ് ഞങ്ങളുടെ ഇടയിൽ ചിലൊരു ഭയമെല്ലാമുണ്ട്. നമ്മളുടെ ഇടയിൽ വന്ന് പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തന രീതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായ ആളുകളെ അങ്ങോട്ട് മാറ്റുകയോ എന്നൊരു സംശയം പോലുമുണ്ട്. പക്ഷെ എന്നാലും റംല ടീച്ചറുടെ പ്രവർത്തനം ഈ നാട്ടിന്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയ്ക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കും അതേപോലെ ഈ വിദ്യാലയത്തിന്റെ 156-ാം വാർഷികത്തിനും ഈ പരിപാടിക്കും പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ആശംസ അറിയിക്കുകയാണ്. ഇന്ന് പ്രിയപ്പെട്ട റംല ടീച്ചറുടെ യാത്രയപ്പ് സമ്മേളനം കൂടിയാണ് ഇന്ന് നടക്കുന്നത്. റംല ടീച്ചറെ ഞാൻ പരിചയപ്പെടുന്നത് പാനൂർ നഗരസഭ ചെയർപേഴ്സണായ സമയത്താണ്. പ്രശസ്തനായ അച്ഛൻ്റെ പ്രശസ്തയായ മകൾ എന്നാണ് അവരെ എനിക്ക് വിശേഷിപ്പിക്കാൻ തോന്നുന്നത്. ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശക്തിയായ ഒരു ഭരണാധികാരിയായിരുന്നു അവരുടെ നഗരസഭാ ചെയർപേഴ്സണായിട്ടുള്ള സമയത്ത് അവരുടെ ഭരണം. എല്ലാ തലങ്ങളിലും അവരുടെ ഇടപെടലുകൾ ഞങ്ങളുമായിട്ട് വളരെയധികം അടുത്ത ബന്ധം ഉണ്ടായിട്ടുണ്ട്. ടീച്ചറെ പോയിട്ട് കാണുമ്പോൾ ഞാൻ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ പോലും ടീച്ചറോട് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തുതരികയും ചെയ്ത ടീച്ചർ ആ സമയം നമ്മൾക്കറിയാം കോവിഡ് കാലമൊക്കെ ആ സമയത്തൊക്കെ ലോകം മുഴുവൻ വിറങ്ങലിച്ച് നിന്ന ആ സമയത്തൊക്കെ പലർക്ക് വേണ്ടിയും ടീച്ചറെ ഞാൻ വിളിക്കുമ്പോൾ അപ്പുറത്ത് ഒരു സാന്ത്വനത്തിൻ്റെ ശബ്ദമായിട്ട് ടീച്ചർ ഉണ്ടായിരുന്നു മുന്നിൽ. അങ്ങനെ ആ പാവപ്പെട്ടവൻ്റെ അതുപോലെ കഷ്ടപ്പെടുന്നവരെയൊക്കെ സാന്ത്വനമായിട്ട് ടീച്ചർക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ടീച്ചറെ ഞാൻ സംബന്ധിച്ചിടത്തോളം ഒരു നന്മ നിറഞ്ഞ മനസ്സിൻ്റെ ഉടമ എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഏത് കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ ടീച്ചർ എപ്പോഴും ഏത് സമയവും സന്നദ്ധയായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഈ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങുന്ന പ്രിയപ്പെട്ട ഹെഡ് ടീച്ചർ റംല ടീച്ചർക്ക് അവരെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ സർവേശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ചടങ്ങിനെ ആശംസ അർപ്പിക്കുന്നു. റംല ടീച്ചറെ പറ്റി പറയുമ്പോൾ 3 നിയമസഭാ സാമാജികന്മാർ കടന്നുപോയ സ്കൂളാണ്. റംല ടീച്ചറും അതിൻ്റെ ഒരു പാതയിലേക്ക് തന്നെയാണ് മുനിസിപ്പൽ ചെയർമാനായി 5 വർഷം നല്ല നിലയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ല സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കാൻ കഴിവും പരിചയവും നേടിയിട്ടുണ്ട്. ടീച്ചർ അടുത്ത ഒരു നിയമ സാമാജികയായി മാറട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ആശംസിക്കാനുള്ളത്. നമ്മളോട് യാത്ര പറഞ്ഞു പോകുന്ന KV റംല ടീച്ചർക്കും ഒരുപാട് ആശംസകൾ നേരുന്നു. ഇനി മുന്നോട്ടുള്ള ടീച്ചറുടെ ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെ ആവട്ടെ. ഇവിടെ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കും നല്ലൊരു കലാലയ ജീവിതത്തിൽ നമുക്കൊരു നല്ലൊരു ബാക്ക് ബോണായിട്ട് ടീച്ചർ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ട റംല ടീച്ചർ ഇന്ന് സ്കൂൾ ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം തിരുവാലി സ്കൂളിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു ദീർഘകാലത്തെ സേവനം, ആ സേവനം ഏതാണ്ട് 36 കൊല്ലം എന്ന് പറയുമ്പോൾ ഇവിടെ പഠിച്ച കുട്ടികളെല്ലാം ഒരുപക്ഷെ ടീച്ചർ പഠിപ്പിച്ച കുട്ടികൾ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ പേര് നിലനിർത്തുന്ന വലിയ വലിയ ഉത്തംഗ ശൃംഗത്തിൽ എന്നൊക്കെ പറയുന്നത് പോലെ വലിയ പദവികളിൽ വിരാജിക്കുന്നുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അധ്യാപകർ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ജീവിത രീതിയുടെ ഉടമകളാണ്. അവരെ കണ്ടു പഠിക്കണം എന്ന് പറയുമ്പോൾ രക്ഷിതാക്കളും അതുപോലെ കുട്ടികളും മറ്റുള്ളവരുമൊക്കെ പറയുന്നത് സ്കൂളിലെ അധ്യാപകരെ കണ്ടു പഠിക്കണം എന്നതാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ നാനാതുറകളിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള വ്യത്യസ്തമായ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെല്ലാം തന്നെ
ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ അവിടെ ദീർഘകാലമായി ആ സ്ഥാപനവുമായി ബന്ധപ്പെടുമ്പോൾ അവരുടെ സംസ്കാരത്തിൻ്റെ വേലിയേറ്റങ്ങളിൽ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയൊക്കെ വലിയ ഒരു ഉത്തരവാദിത്വവും ഒരു ബന്ധവും അവർക്കുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ബന്ധത്തിന് കാരണമായിട്ടുള്ളത് പ്രിയപ്പെട്ട റംല ടീച്ചറുടെ ബാപ്പ, ഉപ്പ എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പ്രിയപ്പെട്ട KV സൂപ്പി മാസ്റ്റർ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഈ നാട്ടിലെ ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. ഏതായാലും ടീച്ചർ അതൊരു സംഭവമില്ല. നിങ്ങൾക്കൊക്കെ അറിയാം, ഇവിടുന്ന് അഹമ്മദ് സീദി. ഈ സീദി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സേർ എന്ന് വിളിക്കുന്നില്ല, സേർ. ഈ സീദി എന്ന് പറഞ്ഞാൽ സേർ എന്നാണ് എൻ്റെ അർത്ഥം. അഹമ്മദ് സീദി എന്ന് പറഞ്ഞാൽ അഹമ്മദ് സേർ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് സേർ എന്ന് പറഞ്ഞാൽ തിരിയാ. 136 വർഷം മുന്നിൽ തുടങ്ങിയ സ്കൂള് ടീച്ചർ ഇപ്പം ഇവിടെ 36 കൊല്ലമായി. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിൽ 48 വയസ്സുള്ള ഓരോ അന്നപ്പോലത്തെ എനിക്ക് 48 മേലെ പോയിക്കേ 48 വയസ്സുള്ള പൂർത്തിയായ ഇവിടെയുള്ള എല്ലാവരുടെയും ടീച്ചറാണ് ഈ ടീച്ചർ. അപ്പോൾ നിങ്ങൾ കണക്കൂട്ടാൻ പറ്റും. 36 + 12 7ാം ക്ലാസ് പഠിച്ച കുട്ടികളുണ്ട്. അവർ ടീച്ചറെ കണക്കല്ല. ഏതായാലും ടീച്ചർ ഒരു സംഭവമാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം, അന്നാക്കാണോ. പക്ഷേ എനിക്കും ഒരുപാട് അനുഭവങ്ങൾ ടീച്ചറെ പറ്റി പറയാനുണ്ട്. അത് ടീച്ചർ ഒരു വല്ലാതെ ടീച്ചർ എല്ലാം കൊണ്ടും ടീച്ചറായിട്ടും മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സണായിട്ടും ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതാണ്. നമ്മളൊരിക്കലും സംസാരിക്കുന്ന സമയത്ത് വേദി മറന്നുകൊണ്ട് സംസാരിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രസംഗം പൊതുവെ ആർക്കും അത്ര ഇഷ്ടമുള്ളൊരു കാര്യമില്ല. പിന്നെ നിങ്ങൾ കേൾക്കുന്നതാണെങ്കിലും മുഴുവൻ ഇതിനെപ്പറ്റിയുള്ള ഭംഗി വാക്കുകൾ എന്ന് പറയുമ്പോൾ ഞാൻ അത്രമാത്രം അതിനൊക്കെ അർഹയാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും 1-2 വാക്കുകൾ മാത്രം സംസാരിച്ച് ഞാൻ പിരിയാം എന്നാണ് പറയാനുള്ളത്. 1869 സ്ഥാപിച്ച ഒരു മഹാവിദ്യാലയം. ഇവിടെ നേരത്തെ സംസാരിച്ചു അഹമ്മദ് സീദി അവർ. അതോടൊപ്പം എൻ്റെ ഉമ്മയുടെ ഉപ്പൻ്റെ അനുജൻ TK മൗലവി ഉൾപ്പെടെയുള്ള സൂഫി വര്യന്മാരായിട്ടുള്ള ആളുകൾക്കും ഈ ഒരു സ്ഥാപനം ഇവിടെ സ്ഥാപിക്കാൻ അവരുടെയൊക്കെ പങ്കുണ്ട് എന്നുള്ളതും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അവരെയും കൂടെ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അവരുടെ ഒക്കെ ഖബറിടം വിശാലമാക്കി കൊടുത്ത് അവരൊക്കെ നാളെ നമ്മുടെ കൂടെ ഇതേപോലെ സ്വർഗ പൂന്തോപ്പിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്നും കൂടെ സാന്ദർഭികമായിട്ട് സംസാരിക്കാൻ കൂടെ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടെ 1989 ഞാൻ ഒരു അധ്യാപികയായിട്ട് ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളത്. ഈ വിദ്യാലയത്തിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. ഫാത്തിമ, നസീമ ഒക്കെ എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ സന്തോഷമുള്ള കാര്യമാണ്. അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട മുനിസിപ്പൽ കൗൺസിലർമാർ മുന്നിലിരിക്കുന്നുണ്ട്. കാർത്തി, നിഷിത ഒക്കെ മുന്നിലിരിക്കുന്നുണ്ട്. KKC പോയി തോന്നുന്നു. അപ്പോൾ അതൊക്കെ അവരുടെ ഒക്കെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു യാത്രയപ്പ് നേടാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. യാത്രയപ്പ് പരിപാടിയുടെയും ഉദ്ഘാടനം ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. 36 വർഷം എന്നോടൊപ്പം അധ്യാപന ജീവിതം നടത്തിയ റംല ടീച്ചർ പല കാര്യത്തിലും മാതൃകയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏറ്റെടുത്ത ഏത് കാര്യവും നിശ്ചയദാർഢ്യത്തോടെ ചെയ്ത് വിജയിപ്പിക്കാനുള്ള ടീച്ചറുടെ കഴിവ് എടുത്തു പറയേണ്ടതാണ്. സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ചാരിറ്റബിൾ പ്രവർത്തനങ്ങളിലും ടീച്ചർ മികവുറ്റ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. ഇതേപോലെ ടീച്ചർക്ക് ഇനിയും ഈ പ്രവർത്തനങ്ങൾ നടത്താനുള്ള കഴിവും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് അധ്യക്ഷം വഹിച്ച ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ KP ഹാഷിം അവർകൾക്കും ബഹുമാനപ്പെട്ട MP ഷാഫി പറമ്പിൽ അവർകൾക്കും ഈ വേദിയിലുള്ളവർക്കും സദസ്സിലുള്ളവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.